ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപദേശമല്ല. നിങ്ങൾക്ക് ലൈഫിലുണ്ടല്ലോ പോസിറ്റീവായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാവേ. ഇപ്പം നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 6 മണിക്കോ അല്ലെങ്കിൽ 6 മണിയാവാൻ ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഈ അലാം അടിക്കും. അലാം നല്ല ഉത്തരവാദിത്തത്തോടു കൂടി കറക്റ്റ് സമയത്തിന് അടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതവിടെ ഓഫാക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഞാൻ കിടന്നുറങ്ങിയിട്ട് ഇങ്ങനെ വിചാരിക്കും, 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എണീക്കാം, 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എണീക്കാം എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് കിടന്നുറങ്ങിയിട്ട് വീണ്ടും 5 മിനിറ്റ് ആകുമ്പം സ്നൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കും. അപ്പം വീണ്ടും എണീക്കും, ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം. ഇങ്ങനെ കിടന്ന് നമ്മൾ മണിക്കൂറുകളോളം കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അലാം അടിക്കുന്ന സമയത്ത് ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ചാടി എണീറ്റ് ഇരുന്നോളണം. കണ്ണ് തുറക്കുക, വേഗം തന്നെ എണീറ്റിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കണം. അല്ലാതെ അവിടെ കടന്ന് മറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കേസ് രാവിലെ എണീക്കണം. എണീറ്റിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങണം. രാവിലെ എണീറ്റ് ആ വിൻഡോ ഒക്കെ തുറന്നു കഴിയുമ്പോൾ ഒരു വെട്ടം ഇങ്ങോട്ട് അടിക്കില്ലേ, അപ്പം തന്നെ കിട്ടും നമുക്ക് ആ പോസിറ്റീവ് എനർജി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെപ്പോലെ 12 മണിക്കിരുന്ന് ചായ കുടിക്കേണ്ടി വരില്ല. മനസ്സിലായോ? വിൻഡോ തുറക്കുമ്പം തീ കത്തിയ പോലെ കണ്ണിങ്ങനെ കരിഞ്ഞു പോകും. അങ്ങനത്തെ പ്രകാശം അടിച്ച് നിങ്ങൾ ബോധം കെടേണ്ടി വരില്ല. രാവിലെ ആകുമ്പോൾ ഒരു മയത്തിലൊക്കെ ആയിരിക്കും പ്രകാശം വരത്തുള്ളൂ. എനിക്കൊക്കെ എങ്ങനെയാണെന്നറിയോ, ആ വിൻഡോ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടിച്ചങ്ങോട്ട് കയറും. കണ്ണ് പോലും കാണത്തില്ല. അപ്പം തന്നെ വിൻഡോയും അടച്ച് റൂമിൻ്റെ ഉള്ളിൽ കയറണം. അവസ്ഥ മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഉച്ചയ്ക്ക് ചായ കുടിക്കാനൊന്നും ഒരു രസമില്ല. ഉച്ചയ്ക്ക് ചായ കുടിച്ചാണ്ടല്ലോ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ട, ചായ കുടിച്ചതോടുകൂടി അന്നത്തെ ദിവസത്തെ വിശപ്പേ പോയി. എന്തൊരവിഞ്ഞ ജീവിത. എനിക്കിതൊക്കെ അറിയാം, രാവിലെ എണീക്കണം, പക്ഷെ പറ്റണ്ടേ, മടി. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നാളെ ഉച്ചയ്ക്ക് കാണാം.